ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗങ്ങൾ സംഖ്യയുടെ പുസ്തകം അധ്യായങ്ങൾ 7 മുതൽ 9 വരെയും സങ്കീർത്തനങ്ങൾ 119 അധ്യായം 97 മുതൽ 176 വരെയുള്ള വാക്യങ്ങളും. സംഖ്യ അധ്യായം 7. ആലയപ്രതിഷ്ഠയും കാഴ്ച സമർപ്പണവും. മോശ ആലയം സ്ഥാപിക്കുന്നത് പൂർത്തിയാക്കിയ ദിവസം അവൻ അത് അഭിഷേകം ചെയ്തു. അതും അതിന്റെ എല്ലാ ഉപകരണങ്ങളും ബലിപീഠവും അതിന്റെ എല്ലാ ഉപകരണങ്ങളും അവൻ വിശദീകരിച്ചു. അവൻ അവ അഭിഷേകം ചെയ്യുകയും പവിത്രീകരിക്കുകയും ചെയ്തു. ഇസ്രായേൽ നേതാക്കന്മാർ, അതായത് അവരുടെ പിതൃഭവന തലവന്മാർ കാഴ്ചയർപ്പിച്ചു. അവരായിരുന്നു ഗോത്രങ്ങളുടെ നേതാക്കന്മാർ. കണക്കെടുപ്പുകൾക്ക് മേൽനോട്ടക്കാരും അവരായിരുന്നു. അവർ കർത്തൃസന്നിധിയിൽ തങ്ങളുടെ കാണിക്ക 2 നേതാക്കന്മാർക്കൊരു വണ്ടി, ഒരാൾക്കൊരു കാള എന്ന വിധം മൂടിയുള്ള 6 വണ്ടികളും 12 കന്നുകാലികളെയും കൊണ്ടുവന്നു. അവർ ആലയത്തിനു മുമ്പിൽ അവ സമർപ്പിച്ചു. അപ്പോൾ കർത്താവ് മോശയോട് ഇപ്രകാരം അരുൾ ചെയ്തു: സമാഗമ കൂടാര ശുശ്രൂഷ നിർവഹിക്കാൻ അവ ഉപകരിക്കേണ്ടതിന് നീ അവരിൽ നിന്ന് സ്വീകരിച്ച അവ ഓരോരുത്തരുടെയും ശുശ്രൂഷയ്ക്കനുസരിച്ച് ലേവായർക്ക് നൽകുക. മോശ വണ്ടികളും കന്നുകാലികളെയും സ്വീകരിച്ച് അവ ലേവായർക്ക് കൊടുത്തു. ഗർശോന്യർക്ക് അവരുടെ ശുശ്രൂഷയ്ക്കനുസരിച്ച് 2 വണ്ടികളും 4 കന്നുകാലികളെയും കൊടുത്തു. മെറാര്യർക്ക് അവരുടെ ശുശ്രൂഷയ്ക്കനുസരിച്ച് പുരോഹിതനായ അഹറോന്റെ മകൻ ഇത്താമർ വശം 4 വണ്ടികളും 8 കന്നുകാലികളെയും നൽകി. എന്നാൽ കൊഹാത്യർക്ക് നൽകിയില്ല, കാരണം അവരുടെ മേലുണ്ടായിരുന്നത് വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷയാണ്. തോളിലാണ് അവർ വഹിക്കേണ്ടിയിരുന്നത്. ബലിപീഠം അഭിഷേകം ചെയ്യപ്പെട്ട ദിവസം അതിന്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടത് നേതാക്കന്മാർ കൊണ്ടുവന്നു. നേതാക്കന്മാർ തങ്ങളുടെ കാണിക്ക ബലിപീഠത്തിനു മുമ്പിൽ സമർപ്പിച്ചു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു: ബലിപീഠ പ്രതിഷ്ഠയ്ക്കുള്ള അവരുടെ കാണിക്ക ഒരു ദിവസം ഒരു നേതാവ് എന്ന ക്രമത്തിൽ അവർ സമർപ്പിക്കട്ടെ. യൂദാ ഗോത്രത്തിൻ്റെതായി അമിനാദാബിന്റെ മകൻ നഹ്ശോൻ ആയിരുന്നു ആദ്യ ദിവസം തന്റെ കാണിക്ക കൊണ്ടുവന്നത്. അവന്റെ കാണിക്ക വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ 2 നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപന ദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിന്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺകോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് അമിനാദാബിന്റെ മകൻ നഹ്ശോന്റെ കാണിക്ക. 2-ാം ദിവസം ഇസാക്കർ ഗോത്രത്തിന്റെ നേതാവും സുവാറിന്റെ മകനുമായ നെറ്റനേൽ കാഴ്ച സമർപ്പിച്ചു. അവൻ കൊണ്ടുവന്ന തന്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ 2 നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത് നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിന്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺകോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് സുവാറിന്റെ മകൻ നെത്തനേലിന്റെ കാണിക്ക. 3-ാം ദിവസം സെബലൂന്യരുടെ നേതാവായ ബേലോന്റെ പുത്രൻ എലിയാബ് ആണ് കാഴ്ച സമർപ്പിച്ചത്. അവന്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ 2 നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേർത്ത മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിന്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺകോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് ഹേലോന്റെ പുത്രൻ എലിയാബിന്റെ കാണിക്ക. 4-ാം ദിവസം റൂബീന്യരുടെ നേതാവായ ഷെദേയൂറിന്റെ മകൻ എലിസൂർ ആണ് കാഴ്ച സമർപ്പിച്ചത്. അവന്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ 2 നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത് നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിന്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺകോലാട്,
സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് ഷെദേയൂറിന്റെ മകൻ എലിസൂറിന്റെ കാണിക്ക. 5-ാം ദിവസം ഷിമിയോന്യരുടെ നേതാവായ സുരിഷദ്ദായിയുടെ മകൻ ഷെലൂമിയേലാണ് കാഴ്ച സമർപ്പിച്ചത്. അവന്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത് നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിന്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺകോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് സുറിഷദ്ദായിയുടെ മകൻ ഷെലൂമിയേലിന്റെ കാണിക്ക. 6-ാം ദിവസം ഗാദ്യരുടെ നേതാവായ റെവുവേലിന്റെ മകൻ എലിയാസാഫാണ് കാഴ്ച സമർപ്പിച്ചത്. അവന്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത് നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിന്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺകോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് റെവുവേലിന്റെ മകൻ എലിയാസാഫിന്റെ കാണിക്ക. 7-ാം ദിവസം എഫ്രായിമ്യരുടെ നേതാവായ അമ്മിഹൂദിന്റെ മകൻ എലിഷാമയാണ് കാഴ്ച സമർപ്പിച്ചത്. അവന്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിന്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺകോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് അമ്മിഹൂദിന്റെ മകൻ എലിഷാമയുടെ കാണിക്ക. 8-ാം ദിവസം മനാസേരുടെ നേതാവായ പെദാഹ്സൂറിന്റെ മകൻ ഗമാലിയേലാണ് കാഴ്ച സമർപ്പിച്ചത്. അവന്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിന്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺകോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് പെദാഹ്സൂറിന്റെ മകൻ ഗമാലിയേലിന്റെ കാണിക്ക. 9-ാം ദിവസം ബെഞ്ചമിന്യരുടെ നേതാവായ ഗിദയോനിയുടെ മകൻ അബിദാനാണ് കാഴ്ച സമർപ്പിച്ചത്. അവന്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിന്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺകോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് ഗിദയോനിയുടെ പുത്രൻ അബിദാന്റെ കാണിക്ക. 10-ാം ദിവസം ദാന്യരുടെ നേതാവായ അമ്മിഷദ്ദായിയുടെ മകൻ അഹിയേസർ ആണ് കാഴ്ച സമർപ്പിച്ചത്. അവന്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത് നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിന്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മോരുകിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺകോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് അമ്മിഷദായിയുടെ മകൻ അഹിയേസറിന്റെ കാണിക്ക.
11-ാം ദിവസം ആശേര്യരുടെ നേതാവായ ഒക്രാന്റെ മകൻ പഗിയേലാണ് കാഴ്ച സമർപ്പിച്ചത്. അവന്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിന്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺകോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് ഒക്രാന്റെ മകൻ പഗിയേലിന്റെ നൈവേദ്യം. 12-ാം ദിവസം നഫ്താലിയരുടെ നേതാവായ ഏനാന്റെ മകൻ അഹീറയാണ് കാഴ്ച സമർപ്പിച്ചത്. അവന്റെ കാണിക്ക വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ രണ്ടും നിറയെ ധാന്യയാഗത്തിനുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, ധൂപനദ്രവ്യം നിറച്ച 10 ഷെക്കൽ സ്വർണത്തിന്റെ ഒരു കലശം, ഹോമയാഗത്തിനുള്ള ഒരു മൂരിക്കിടാവ്, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപമുക്തിയാഗത്തിനുള്ള ഒരു ആൺകോലാട്, സമാധാന ബലിക്കുള്ള 2 കന്നുകാലികൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയായിരുന്നു. ഇതാണ് ഏനാന്റെ മകൻ അഹീറായുടെ കാണിക്ക. ബലിപീഠം അഭിഷേകം ചെയ്യപ്പെട്ട ദിവസം ഇസ്രായേൽ നേതാക്കന്മാരിൽ നിന്ന് അതിനുള്ള പ്രതിഷ്ഠാ വഴിപാട് ഇതായിരുന്നു: 12 വെള്ളിത്തളികകൾ, 12 വെള്ളിക്കിണ്ണങ്ങൾ, 12 സ്വർണ്ണ കലശങ്ങൾ, ഒരു തളിക 130 വെള്ളി, ഒരു കിണ്ണം 70. വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം പാത്രങ്ങളുടെ ആകെ വെള്ളിത്തൂക്കം 2400. ധൂപനദ്രവ്യം നിറച്ച 12 സ്വർണ്ണ കലശങ്ങൾ. വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരം കലശത്തിന് 10 വീതം. കലശങ്ങൾക്കുള്ള ആകെ സ്വർണ്ണത്തൂക്കം 120 ഷെക്കൽ. ഹോമയാഗത്തിനുള്ള ആകെ കന്നുകാലികൾ, മൂരിക്കിടാവുകൾ 12, മുട്ടാടുകൾ 12, 1 വയസ്സുള്ള ആൺചെമ്മരിയാടുകൾ 12, ഒപ്പം അവയുടെ ധാന്യയാഗവും. പാപമുക്തിയാഗത്തിനുള്ള ആൺകോലാടുകൾ 12, സമാധാന ബലിക്കുള്ള ആകെ കന്നുകാലികൾ, മൂരികൾ 24, മുട്ടാടുകൾ 60, ആൺകോലാടുകൾ 60, 1 വയസ്സുള്ള ആൺചെമ്മരിയാടുകൾ 60. ബലിപീഠം അഭിഷേകം ചെയ്ത ശേഷം ഇതായിരുന്നു അതിന്റെ പ്രതിഷ്ഠാപന വഴിപാട്. അവിടുന്നുമായി സംസാരിക്കാൻ മോശ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ സാക്ഷ്യപേടകത്തിനു മുകളിലെ കൃപാസനത്തിനു മേൽ നിന്ന് 2 കെരൂബുകൾക്കിടയിൽ നിന്ന് ഒരു സ്വരം തന്നോട് സംസാരിക്കുന്നത് അവൻ കേൾക്കുമായിരുന്നു. അങ്ങനെ അവിടുന്ന് അവനോട് സംസാരിച്ചിരുന്നു. സംഖ്യ അധ്യായം 8. ദീപസജ്ജീകരണം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: അഹരോനോട് നിർദ്ദേശിക്കുക, നീ തിരുനാളങ്ങൾ ഉയർത്തുമ്പോൾ വിളക്കുകാലിന് മുമ്പിൽ പ്രകാശം പരക്കത്തക്ക വിധമായിരിക്കണം 7 തിരുനാളങ്ങളും. അഹരോൻ അപ്രകാരം ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ വിളക്കുകാലിന് മുമ്പിൽ അവൻ അതിൻ്റെ തിരുനാളങ്ങൾ ഉയർത്തി. വിളക്കുകാലിൻ്റെ നിർമ്മിതി ഇപ്രകാരമായിരുന്നു: അതിൻ്റെ ചുവടും പുഷ്പവും ഉൾപ്പെടെ അടിച്ചുപണിയായിരുന്നു. സ്വർണത്തിൻ്റെ ഒരു അടിച്ചുപണി. കർത്താവ് മോശയ്ക്ക് കാണിച്ചു കൊടുത്ത മാതൃക പോലെയാണ് അവൻ വിളക്കുകാൽ ഉണ്ടാക്കിയത്. ലേവ്യരുടെ സമർപ്പണം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേലിയർക്കിടയിൽ നിന്ന് ലേവായരെ തെരഞ്ഞെടുത്ത് നീ അവരെ ശുദ്ധീകരിക്കുക. അവരെ ശുദ്ധീകരിക്കാൻ നീ അവരോട് ഇങ്ങനെ ചെയ്യണം: പാപമുക്തിക്കുള്ള യാഗജലം അവരുടെ മേൽ തളിക്കുക. അവർ തങ്ങളുടെ ദേഹം മുഴുവൻ ക്ഷൗരക്കത്തി ഓടിക്കണം. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കി തങ്ങളെ തന്നെ ശുദ്ധീകരിക്കട്ടെ. അനന്തരം ഒരു മൂരിക്കിടാവിനെയും അതിന്റെ ധാന്യയാഗമായി എണ്ണ ചേർത്ത നേരിയ മാവും അവർ എടുക്കട്ടെ. പാപമുക്തിയാഗത്തിന് 2ാമതൊരു മൂരിക്കിടാവിനെയും നീ എടുക്കണം. ലേവായരെ സമാഗമ കൂടാരത്തിന്റെ മുമ്പിൽ നീ കൊണ്ടുവരണം. ഇസ്രായേലിലെ സമൂഹം മുഴുവനെയും വിളിച്ചു കൂട്ടുകയും വേണം. ലേവായരെ കർത്താവിന്റെ മുമ്പിൽ നീ കൊണ്ടുവരണം. ഇസ്രായേലിയർ ലേവായരുടെ മേൽ തങ്ങളുടെ കരങ്ങൾ വയ്ക്കണം. അഹരോൻ ലേവായരെ ഇസ്രായേലിയരിൽ നിന്ന് കർത്താവിനു മുമ്പിൽ നീരാജനമൊഴിയണം. അങ്ങനെ അവർ കർത്തൃ ശുശ്രൂഷ ചെയ്യാനുള്ളവരായി തീരട്ടെ. ലേവായർ മൂരികളുടെ തലയിൽ തങ്ങളുടെ കരങ്ങൾ വയ്ക്കണം. ലേവായരെ പ്രതി പരിഹാരത്തിനായി ഒന്നിനെ പാപമുക്തിയാഗമായും മറ്റേതിനെ ഹോമയാഗമായും കർത്താവിന് അവൻ അർപ്പിക്കണം. ലേവായരെ അഹ്റോന്റെ മുമ്പിലും അവന്റെ പുത്രന്മാരുടെ മുമ്പിലും നിർത്തി കർത്താവിന് നീ അവരെ നീരാജനമൊഴിയണം. ഇപ്രകാരം ഇസ്രായേലിയരുടെ ഇടയിൽ നിന്ന് ലേവായരെ നീ വേർതിരിക്കണം. ലേവായർ എന്റേതായിരിക്കും. അതിനുശേഷം ലേവായർ സമാഗമ കൂടാരത്തെ ശുശ്രൂഷിക്കാൻ പ്രവേശിക്കട്ടെ.
അപ്പോൾ നീ അവരെ ശുദ്ധീകരിക്കുകയും നീരാജനമൊഴിയുകയും വേണം. എന്തെന്നാൽ ഇസ്രായേലിയർക്കിടയിൽ നിന്ന് അവർ എനിക്ക് സമ്മാനമായി വയ്ക്കപ്പെട്ടവരാണ്. എല്ലാ ഇസ്രായേലിയരിൽ നിന്നും ആദ്യജാതനായി ഗർഭപാത്രം തുറക്കുന്ന സകലർക്കും പകരം അവരെ ഞാൻ എനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇസ്രായേലിയരിൽ മനുഷ്യനിലെയും മൃഗത്തിലെയും ഓരോ കടിഞ്ഞൂലും എനിക്കുള്ളതാണ്. ഈജിപ്റ്റ് നാട്ടിലെ ഓരോ കടിഞ്ഞൂലിനെയും സംഹരിച്ച നാളിൽ ഞാൻ അവരെ എനിക്കായി മാറ്റിവെച്ചു. ഇസ്രായേലിയരിലെ ഓരോ കടിഞ്ഞൂലിനും പകരമാണ് ലേവായരെ ഞാൻ തിരഞ്ഞെടുത്തത്. സമാഗമ കൂടാരത്തിൽ ഇസ്രായേലിയരുടെ ശുശ്രൂഷ നിർവഹിക്കാനും അവർക്ക് വേണ്ടി പരിഹാരം അനുഷ്ഠിക്കാനും ഇസ്രായേലിയർ വിശുദ്ധ സ്ഥലത്തെ സമീപിക്കുക വഴി അവരുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാനുമായി ഇസ്രായേലിയരുടെ ഇടയിൽ നിന്ന് ലേവ്യരെ അഹ്റോനും അവന്റെ പുത്രന്മാർക്കും ഇഷ്ടദാനമായി ഞാൻ കൊടുത്തിരിക്കുന്നു. മോശയും അഹ്റോനും ഇസ്രായേൽ സമൂഹം മുഴുവനും ലേവായരോട് അപ്രകാരം ചെയ്തു. ലേവായരെ സംബന്ധിച്ച് കർത്താവ് മോശയോട് കൽപ്പിച്ചതെല്ലാം അനുസരിച്ചാണ് ഇസ്രായേലിയർ അവരോട് പ്രവർത്തിച്ചത്. ലേവായർ തങ്ങളെ തന്നെ പാപമുക്തരാക്കി തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കി. അഹ്റോൻ അവരെ കർത്തൃസന്നിധിയിൽ നീരാജനമൊഴിഞ്ഞു. അവരെ ശുദ്ധീകരിക്കുന്നതിനായി അഹ്റോൻ അവർക്ക് വേണ്ടി പരിഹാരവും ചെയ്തു. അതിനുശേഷം ലേവായർ അഹ്റോന്റെയും അവന്റെ പുത്രന്മാരുടെയും സമക്ഷം തങ്ങളുടെ ശുശ്രൂഷ ചെയ്യാൻ സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചു. ലേവായരെ സംബന്ധിച്ച് കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവർ അവരോട് പ്രവർത്തിച്ചു. കർത്താവ് മോശയോട് വചിച്ചു. ലേവായരെ സംബന്ധിച്ചുള്ള നിയമം ഇതാണ്: 25 മുതൽ മേൽപോട്ട് പ്രായമുള്ള സംഘം സമാഗമ കൂടാരത്തിന്റെ ശുശ്രൂഷയിൽ അണിചേരുന്നതിന് വരട്ടെ. 50 മുതൽ പ്രായമുള്ളവർ ശുശ്രൂഷ സംഘത്തിൽ നിന്ന് പിന്തിരിയട്ടെ. അവൻ തുടർന്ന് ശുശ്രൂഷിക്കേണ്ടതില്ല. എന്നാൽ സമാഗമ കൂടാരത്തിലെ സംരക്ഷണ ചുമതലയിൽ തന്റെ സഹോദരന്മാരെ അവന് സഹായിക്കാം. അവൻ ശുശ്രൂഷ ചെയ്യേണ്ടതില്ല. ലേവായരെ സംബന്ധിച്ച അവരുടെ ചുമതലകളിൽ നീ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സംഖ്യ അധ്യായം 9. രണ്ടാമത്തെ പെസഹ. ഈജിപ്റ്റ് ദേശത്തു നിന്ന് അവർ പുറപ്പെട്ടതിന്റെ 2-ാം വർഷം ആദ്യ മാസം സീനായ് മരുഭൂമിയിൽ വെച്ച് കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേലിയർ നിശ്ചിത സമയത്ത് തന്നെ പെസഹ ആചരിക്കണം. ഈ മാസം 14-ാം തീയതി സായം സന്ധ്യയിൽ നിശ്ചിത സമയത്ത് നിങ്ങൾ അത് ആചരിക്കണം. അതിൻ്റെ ചട്ടങ്ങളെല്ലാം അനുസരിച്ചും ക്രമങ്ങളെല്ലാം അനുസരിച്ചും നിങ്ങളത് അനുഷ്ഠിക്കണം. പെസഹ ആചരിക്കാൻ മോശ ഇസ്രായേലിയരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ ആദ്യ മാസം 14-ാം ദിവസം സീനായ് മരുഭൂമിയിൽ വെച്ച് സായം സന്ധ്യയിൽ പെസഹ ആചരിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേലിയർ പ്രവർത്തിച്ചു. മനുഷ്യന്റെ ജഡം വഴി മലിനരായ ചില ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അതിനാൽ ആ ദിവസം പെസഹ ആചരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ ദിവസം തന്നെ അവർ മോശയുടെയും അഹ്റോന്റെയും മുമ്പിൽ സന്നിഹിതരായി. ആ ആളുകൾ അവനോട് പറഞ്ഞു: മനുഷ്യന്റെ പിണം വഴി ഞങ്ങൾ മലിനരാണ്. എന്തുകൊണ്ടാണ് നിശ്ചിത സമയത്ത് കർത്തൃകാണിക്ക സമർപ്പിക്കുന്നതിൽ നിന്ന് ഇസ്രായേലിയരുടെ മധ്യേ ഞങ്ങൾ വിലക്കപ്പെട്ടത്? മോശ അവരോട് പറഞ്ഞു: കർത്താവ് നിങ്ങൾക്കായി എന്ത് കൽപ്പിക്കുന്നുവെന്ന് ഞാൻ കേൾക്കുന്നതിനായി നിങ്ങൾ കാത്തു നിൽക്കുവിൻ. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേലിയരോട് ഇപ്രകാരം പറയുക: നിങ്ങളിലോ നിങ്ങളുടെ തലമുറകളിലോ ആരെങ്കിലും പിണം കൊണ്ട് മലിനനാവുകയോ ദൂരയാത്രയിലായിരിക്കുകയോ ചെയ്താലും അവൻ കർത്താവിന് പെസഹ ആചരിക്കണം. അങ്ങനെയുള്ളവർ 2-ാം മാസം 14-ാം ദിവസം സായം സന്ധ്യയിൽ അത് ആചരിക്കണം. പുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള ഇലകളും കൂട്ടി അവർ അത് ഭക്ഷിക്കണം. അതിലൊന്നും പ്രഭാതം വരെ അവർ അവശേഷിപ്പിക്കരുത്. അതിൻ്റെ അസ്ഥിയൊന്നും ഒടിക്കുകയും അരുത്. പെസഹായുടെ ചട്ടമെല്ലാം അനുസരിച്ച് വേണം അവർ അത് ആചരിക്കേണ്ടത്. എന്നാൽ ശുദ്ധിയുള്ളവനായിരിക്കുകയും യാത്രയിലല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾ പെസഹ ആചരിക്കുന്നത് വിട്ടുകളഞ്ഞാൽ ആ വ്യക്തി തൻ്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. കാരണം കർത്തൃകാണിക്ക നിശ്ചിത സമയത്ത് അവൻ സമർപ്പിച്ചില്ല. അയാൾ തൻ്റെ പാപം വഹിക്കണം. എന്നാൽ ഒരു പ്രവാസി നിങ്ങളോടൊത്ത് തൽക്കാലവാസം നടത്തുകയും കർത്താവിൻ്റെ പെസഹ ആചരിക്കുകയും ചെയ്യുമ്പോൾ പെസഹായുടെ ചട്ടം അനുസരിച്ചും അതിൻ്റെ ക്രമം അനുസരിച്ചും തന്നെ അവൻ അത് അനുഷ്ഠിക്കണം. നിങ്ങൾക്കും പ്രവാസിക്കും ദേശവാസിക്കും ഒരേ നിയമമായിരിക്കും. കൂടാരമുകളിൽ മേഘം. അവൻ ആലയം ഉയർത്തിയ ദിവസം സാക്ഷ്യകൂടാരത്തിന്റെ ആലയത്തെ മേഘം ആവരണം ചെയ്തു. സായാഹ്നത്തിൽ ആലയത്തിനു മീതെ അത് അഗ്നിരൂപം പോലെയായിരുന്നു. പ്രഭാതം വരെ അതുണ്ടായിരുന്നു. അത് സദാ ഇപ്രകാരമായിരുന്നു. മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു. അഗ്നിരൂപമായി രാത്രിയിലും കൂടാരത്തിന് മുകളിൽ നിന്ന് മേഘം എപ്പോൾ ഉയരുന്നുവോ അതേ തുടർന്ന് ഇസ്രായേലിയർ നീങ്ങും. മേഘം വിശ്രമിക്കുന്ന സ്ഥലമേതോ അവിടെ ഇസ്രായേലിയർ തങ്ങും.
കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇസ്രായേല്യർ പാളയം നീക്കും. കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവർ തങ്ങും. മേഘം ആലയത്തിന് മുകളിൽ വിശ്രമിക്കുന്ന ദിവസങ്ങളെല്ലാം അവർ പാളയമടിക്കും. മേഘം ആലയത്തിന്മേൽ ഏറെ ദിവസങ്ങൾ തുടരുമ്പോൾ ഇസ്രായേല്യർ കർത്താവിൻ്റെ തീരുമാനം പാലിച്ച് നീങ്ങുകയില്ല. മേഘം ആലയത്തിന് മുകളിലായിരിക്കുന്ന ദിവസങ്ങൾ കുറവായിരിക്കുമ്പോഴും കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവർ പാളയമടിച്ചിരുന്നു. പിന്നീട് കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവർ നീങ്ങുകയും ചെയ്തിരുന്നു. ചിലപ്പോൾ സന്ധ്യ മുതൽ പുലർച്ചെ വരെ മാത്രം മേഘമുണ്ടായിരിക്കും. പ്രഭാതത്തിൽ മേഘം ഉയർന്നാൽ അവർ പാളയം നീക്കും. പകലോ രാത്രിയോ മേഘമുയർന്നാലും അവർ നീങ്ങിയിരുന്നു. ആലയത്തിന് മുകളിലുള്ള മേഘം അതിന്മേൽ വസിക്കുന്നത് 2 ദിവസമോ 1 മാസമോ കാലങ്ങൾ തന്നെയോ തുടരുമ്പോഴും ഇസ്രായേലിയർ തങ്ങുമായിരുന്നു. അവർ നീങ്ങിയിരുന്നില്ല. അതുയരുമ്പോൾ അവർ നീങ്ങുമായിരുന്നു. കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവർ പാളയമടിച്ചിരുന്നു. കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവർ പാളയം നീക്കുകയും ചെയ്തിരുന്നു. മോശ വഴിയുള്ള കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവർ കർത്താവിൻ്റെ തീരുമാനം പാലിച്ചിരുന്നു. സങ്കീർത്തനം 119 അധ്യായം 97 മുതൽ 176 വരെയുള്ള വാക്യങ്ങൾ. അങ്ങയുടെ നിയമം ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നു. ദിനം മുഴുവനും അതാണ് എൻ്റെ ചിന്താവിഷയം. അങ്ങയുടെ കൽപ്പന എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ജ്ഞാനിയാക്കുന്നു. എന്തെന്നാൽ അതെന്നേക്കും എനിക്കുള്ളതാണ്. അങ്ങയുടെ സാക്ഷ്യങ്ങൾ എനിക്ക് വിചിന്തന വിഷയമായതുകൊണ്ട് എൻ്റെ എല്ലാ അധ്യാപകരെയും കാൾ ഞാൻ ബുദ്ധിയുള്ളവനായി. അങ്ങയുടെ പ്രമാണങ്ങൾ കാത്തു സൂക്ഷിച്ചതുകൊണ്ട് ഞാൻ ശ്രേഷ്ഠരേക്കാൾ ഗ്രാഹ്യമുള്ളവനായി. അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി ദുഷ്ടതയുടെ ഓരോ മാർഗത്തിൽ നിന്നും ഞാൻ പാദങ്ങൾ പിൻവലിച്ചു. അങ്ങയുടെ ന്യായവിധികളിൽ നിന്ന് ഞാൻ മാറിപ്പോയില്ല. അങ്ങാണല്ലോ എന്നെ പഠിപ്പിച്ചത്. ദിവ്യവചസ്സുകൾ എൻ്റെ നാവിന് എത്ര മധുരിക്കുന്നു. എൻ്റെ വായ്ക്ക് തേനിനേക്കാളും ദിവ്യപ്രമാണങ്ങൾ മൂലം ഞാൻ ഗ്രാഹ്യമുള്ളവനായി. അതിനാൽ വ്യാജത്തിൻ്റെ ഓരോ മാർഗവും ഞാൻ വെറുത്തു. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് ദീപനാളവും പാതയ്ക്ക് പ്രകാശവുമാണ്. അങ്ങയുടെ നീതിന്യായവിധികൾ പാലിക്കുന്നതിന് ഞാൻ ശപഥം ചെയ്ത് നിശ്ചയിച്ചു. ഞാൻ അത്യന്തം പീഡിതനാണ്. കർത്താവെ, തിരുവചനമനുസരിച്ച് എന്നെ ഉജ്ജീവിപ്പിക്കണമേ. കർത്താവെ, എൻ്റെ അധരത്തിൻ്റെ സമാഭീഷ്ട കാഴ്ചകൾ ഇഷ്ടപ്പെടണമേ. അങ്ങയുടെ ന്യായവിധികൾ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ജീവൻ സദാ എൻ്റെ കരതലത്തിലാണ്. എന്നിട്ടും ഞാൻ അങ്ങയുടെ നിയമം മറക്കുന്നില്ല. ദുഷ്ടർ എനിക്ക് കെണി വെച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല. അങ്ങയുടെ സാക്ഷ്യങ്ങൾ എന്നേക്കും ഞാൻ അവകാശമാക്കി. എന്തെന്നാൽ അവ എൻ്റെ ഹൃദയത്തിൻ്റെ ആമോദമാണ്. അങ്ങയുടെ ചട്ടങ്ങൾ അന്ത്യം വരെ എന്നേക്കും നിവർത്തിക്കാൻ ഞാൻ എൻ്റെ ഹൃദയം ചായ്ച്ചിരിക്കുന്നു. ആദർശ ചാഞ്ചല്യമുള്ളവരെ ഞാൻ വെറുത്തു. അങ്ങയുടെ നിയമം ഞാൻ സ്നേഹിച്ചു. അങ്ങ് എൻ്റെ മറയും പരിചയവുമാണ്. അങ്ങയുടെ വചനത്തിനായി ഞാൻ കാത്തിരുന്നു. ദുർവൃത്തരെ, എന്നിൽ നിന്ന് മാറിപ്പോകുവിൻ. എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ഞാൻ കാത്തു സൂക്ഷിക്കട്ടെ. അങ്ങയുടെ വചസ്സനുസരിച്ച് എന്നെ താങ്ങണമേ. ഞാൻ ജീവിക്കട്ടെ. പ്രതീക്ഷയറ്റവനായി ലജ്ജിക്കാൻ എനിക്കിടയാക്കരുതേ. ഞാൻ സുരക്ഷിതനായിരിക്കാനും എപ്പോഴും അങ്ങയുടെ ചട്ടങ്ങളിൽ ശ്രദ്ധ പതിക്കാനും എന്നെ തുണയ്ക്കണമേ. അങ്ങയുടെ ചട്ടങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നവരെയെല്ലാം അങ്ങ് വിലകെട്ടവരാക്കി. അവരുടെ കൗശലം വ്യർത്ഥമാണല്ലോ. ഭൂമിയിലെ ദുഷ്ടന്മാരെയെല്ലാം കിട്ടങ്ങളായി അങ്ങ് പുറന്തള്ളി. ആകയാൽ അങ്ങയുടെ സാക്ഷ്യങ്ങളെ ഞാൻ സ്നേഹിച്ചു. അങ്ങയെക്കുറിച്ചുള്ള ഭീതിയാൽ എൻ്റെ ശരീരം വിറച്ചു. അങ്ങയുടെ ന്യായവിധികൾ മൂലം ഞാൻ ഭയപ്പെട്ടു. എൻ്റെ പീഡകർക്ക് അങ്ങ് എന്നെ വിട്ടുകൊടുക്കാതിരിക്കാൻ ന്യായവും നീതിയുമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നന്മയ്ക്കായി അങ്ങേ ദാസന് അങ്ങ് ജാമ്യം നിൽക്കണമേ. ധിക്കാരികൾ എന്നെ പീഡിപ്പിക്കാതിരിക്കട്ടെ. അങ്ങയുടെ രക്ഷയ്ക്കായും നീതിവചസ്സിനായും നോക്കിപ്പാർത്ത് എൻ്റെ കണ്ണുകൾ കഴിച്ചു. അങ്ങേ കാരുണ്യത്തിനൊത്ത വിധം അങ്ങേ ദാസന്റെ കാര്യത്തിൽ പ്രവർത്തിക്കണമേ. അങ്ങേ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ഞാൻ അങ്ങേ ദാസനാണ്. അങ്ങേ സാക്ഷ്യങ്ങൾ ഞാൻ മനസ്സിലാക്കേണ്ടതിന് എന്നെ ഉൾക്കാഴ്ചയുള്ളവനാക്കണമേ. കർത്താവ് പ്രവർത്തിക്കേണ്ട സമയമായി. അവർ അങ്ങയുടെ നിയമം ലംഘിച്ചിരിക്കുന്നു. സർവോപരി സ്വർണത്തെക്കാളും തങ്കത്തെക്കാളും അങ്ങയുടെ കൽപ്പനകളെ ഞാൻ സ്നേഹിച്ചു. ആകയാൽ എല്ലാറ്റിനെയും സംബന്ധിച്ച് സകല പ്രമാണങ്ങളും ഞാൻ നേരുള്ളതായി കരുതി. വ്യാജത്തിൻ്റെ ഓരോ പാതയും ഞാൻ വെറുത്തു. അങ്ങയുടെ സാക്ഷ്യങ്ങൾ വിസ്മയാവഹമാണ്. ആകയാൽ എൻ്റെ ആത്മാവ് അവ കാത്തു സൂക്ഷിക്കുന്നു. അങ്ങയുടെ വചനങ്ങളുടെ വിശദീകരണം പ്രകാശം പരത്തുന്നു. സാധുക്കളെ അത് ഉൾക്കാഴ്ചയുള്ളവരാക്കുന്നു. അങ്ങയുടെ കൽപ്പനകളോട് എനിക്ക് അഭിവാഞ്ചിയുള്ളതുകൊണ്ട് ഞാൻ വായ് തുറന്ന് കിതയ്ക്കുന്നു.
തിരുനാമത്തെ സ്നേഹിക്കുന്നവരോട് പതിവുള്ളതുപോലെ അങ്ങ് എൻ്റെ നേർക്ക് തിരിഞ്ഞ് എന്നിൽ കനിയണമേ. അങ്ങയുടെ വചസ്സിൽ എൻ്റെ കാലടികൾ ഉറപ്പിക്കണമേ. ഒരകൃത്യവും എന്നിൽ ആധിപത്യം പുലർത്താതിരിക്കട്ടെ. മനുഷ്യന്റെ പീഡനത്തിൽ നിന്ന് എന്നെ പരിത്രാണം ചെയ്യണമേ. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കട്ടെ. അങ്ങേ ദാസനിൽ തിരുമുഖം പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അവർ അങ്ങേ നിയമം പാലിക്കാത്തതിനെ ചൊല്ലി എൻ്റെ കണ്ണുകളിൽ നിന്ന് നീർച്ചാലുകൾ ഒഴുകിയിറങ്ങി. കർത്താവേ, അങ്ങ് നീതിമാനാണ്. അങ്ങയുടെ ന്യായവിധികൾ ഋജുവാണ്. നീതിയിലും അതിവിശ്വസ്തതയിലും അങ്ങ് ദിവ്യ സാക്ഷ്യങ്ങൾ അനുശാസിച്ചിരിക്കുന്നു. എൻ്റെ വൈരികൾ തിരുവചനങ്ങൾ മറക്കുന്നതിനാൽ എൻ്റെ തീക്ഷ്ണത എന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു. അങ്ങയുടെ വചസ്സ് അത്യന്തം സ്ഫുടം ചെയ്തതാണ്. അങ്ങയുടെ ദാസൻ അതിനെ സ്നേഹിച്ചു. നിസ്സാരനും നിന്ദിതനുമായിട്ടും ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ മറന്നില്ല. അങ്ങയുടെ നീതി ശാശ്വത നീതിയാണ്. അങ്ങയുടെ നിയമം സത്യവും. കഷ്ടതയും വേദനയും എനിക്കുണ്ടായി, എന്നാൽ അങ്ങയുടെ കൽപ്പനകൾ എനിക്ക് ആമോദമായിരുന്നു. അങ്ങയുടെ നീതിപൂർവമായ സാക്ഷ്യങ്ങൾ ശാശ്വതമാണ്. എന്നെ പ്രബുദ്ധനാക്കണമേ, ഞാൻ ജീവിക്കട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ വിളിച്ചപേക്ഷിച്ചു. കർത്താവെ, എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊള്ളാം. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിച്ചു, എന്നെ രക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ സാക്ഷ്യങ്ങൾ പാലിച്ചുകൊള്ളാം. ഞാൻ ഉഷസ്സിലെ കാലേ കൂട്ടി സഹായത്തിന് കേഴുന്നു. അങ്ങയുടെ വചനങ്ങൾക്കായി കാത്തിരിക്കുന്നു. അങ്ങയുടെ വചസ്സിനെ കുറിച്ച് വിചിന്തനം ചെയ്യാൻ എൻ്റെ കണ്ണുകൾ രാത്രിയാമങ്ങളെ എതിരേറ്റു. അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എൻ്റെ സ്വരം കേൾക്കണമേ. കർത്താവെ, അങ്ങയുടെ ന്യായവിധിക്ക് അനുസൃതം എന്നെ ജീവിപ്പിക്കണമേ. എന്നെ അനുധാവനം ചെയ്യുന്നവർ ദുരുദ്ദേശത്തോടെ എന്നെ സമീപിക്കുന്നു. അവർ അങ്ങയുടെ നിയമത്തിൽ നിന്ന് അകലെയാണ്. കർത്താവെ, അങ്ങ് സമീപസ്ഥനാണ്. ദിവ്യ കൽപ്പനകളെല്ലാം സത്യമാണ്. അങ്ങ് അവയെ നിത്യമായി സ്ഥാപിച്ചിരിക്കുന്നെന്ന് അങ്ങയുടെ സാക്ഷ്യങ്ങളിൽ നിന്ന് ഞാൻ പണ്ടേ അറിഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ പീഡകൾ കണ്ട് അങ്ങ് എന്നെ വിടുവിക്കണമേ. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമം മറന്നിട്ടില്ല. എൻ്റെ വ്യവഹാരം വാദിച്ച് എന്നെ വീണ്ടെടുക്കണമേ. അങ്ങയുടെ വചസ്സിനായി എന്നെ ഉജ്ജീവിപ്പിക്കണമേ. രക്ഷ ദുഷ്ടരിൽ നിന്ന് അകലെയായത് അവർ അങ്ങയുടെ ചട്ടങ്ങൾ അന്വേഷിക്കാതിരുന്നതിനാലാണ്. കർത്താവെ, അങ്ങയുടെ ആർദ്രത ഏറെയാണ്. അങ്ങയുടെ ന്യായവിധികൾക്കൊത്ത് എന്നെ ഉജ്ജീവിപ്പിക്കണമേ. എന്നെ അനുധാവനം ചെയ്യുന്നവരും വൈരികളും ഏറെയാണ്. അങ്ങയുടെ സാക്ഷ്യങ്ങളിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല. അങ്ങയുടെ വചസ്സ് പാലിക്കാത്ത വിശ്വസ്തരെ കണ്ടിട്ട് എനിക്ക് നീരസമുണ്ടാകുന്നു. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ സ്നേഹിച്ചെന്ന് കാണണമേ. കർത്താവെ, അങ്ങയുടെ കാരുണ്യാനുസൃതം എന്നെ ഉജ്ജീവിപ്പിക്കണമേ. അങ്ങയുടെ വചനത്തിൻ്റെ കാതിൽ സത്യമാണ്. അങ്ങയുടെ ഓരോ നീതിന്യായ വിധിയും ശാശ്വതമാണ്. പ്രഭുക്കന്മാർ അകാരണമായി എന്നെ പിന്തുടർന്നു. എൻ്റെ ഹൃദയമാകട്ടെ തിരുവചനങ്ങൾ മൂലമാണ് ഭീതി പൂണ്ടത്. വൻ കൊള്ള മുതൽ കണ്ടെത്തിയവനെ പോലെ ഞാൻ അങ്ങയുടെ വചസ്സിനെ പ്രതി പുളകം കൊണ്ടു. വ്യാജം ഞാൻ വെറുക്കുകയും അറപ്പായി കരുതുകയും ചെയ്തു. അങ്ങയുടെ നിയമത്തെ ഞാൻ സ്നേഹിച്ചു. അങ്ങയുടെ നീതിന്യായ വിധികളെ പ്രതി ദിവസം 7 പ്രാവശ്യം ഞാൻ അങ്ങയെ സ്തുതിച്ചു. തിരുനിയമത്തെ സ്നേഹിക്കുന്നവർക്ക് സമാധാനം സമൃദ്ധമാണ്. അവർക്കൊരു പ്രതിബന്ധവും ഉണ്ടാവുകയില്ല. കർത്താവെ, അങ്ങയുടെ രക്ഷയ്ക്കായി പ്രതീക്ഷയർപ്പിച്ച് ഞാൻ ദിവ്യകൽപ്പനകൾ നിവർത്തിച്ചു. എൻ്റെ ആത്മാവ് അങ്ങയുടെ സാക്ഷ്യങ്ങൾ പാലിച്ചു. ഞാൻ അവയെ അത്യധികം സ്നേഹിക്കുന്നു. ദിവ്യപ്രമാണങ്ങളും സാക്ഷ്യങ്ങളും ഞാൻ പാലിച്ചു. എൻ്റെ വഴികളെല്ലാം തിരുമുൻപിലുണ്ടല്ലോ. കർത്താവെ, എൻ്റെ വിലാപം തിരുസന്നിധിയെ സമീപിക്കട്ടെ. അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എനിക്ക് ഉൾക്കാഴ്ച നൽകണമേ. എൻ്റെ യാചന തിരുസന്നിധിയിൽ എത്തുമാറാകട്ടെ. അങ്ങയുടെ വചസ്സ് അനുസരിച്ച് എന്നെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ചട്ടങ്ങൾ അങ്ങ് എന്നെ പഠിപ്പിച്ചതുകൊണ്ട് എൻ്റെ അധരങ്ങൾ സ്തുതി ഉതിർക്കട്ടെ. അങ്ങയുടെ ന്യായവിധികളെല്ലാം നീതിയുക്തമായതുകൊണ്ട് എൻ്റെ നാവ് ദിവ്യവചസ്സ് പ്രതിവചിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് അങ്ങയുടെ കരം എന്നെ സഹായിക്കാനുണ്ടായിരിക്കട്ടെ. കർത്താവെ, ഞാൻ അങ്ങയുടെ രക്ഷ കാംക്ഷിക്കുന്നു. അങ്ങയുടെ നിയമമാണ് എൻ്റെ ആമോദം. അങ്ങയെ സ്തുതിക്കുന്നതിന് എൻ്റെ ആത്മാവ് ജീവിക്കട്ടെ. അങ്ങയുടെ ന്യായവിധികൾ എന്നെ സഹായിക്കട്ടെ. നഷ്ടപ്പെട്ട ആടിനെ പോലെ ഞാൻ വഴിതെറ്റിപ്പോയി. അങ്ങയുടെ ദാസനെ തേടണമേ. തിരുകൽപ്പനകൾ ഞാൻ വിസ്മരിച്ചിട്ടില്ലല്ലോ.